നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 142 റണ്ണാണ് എടുത്തിരിക്കുന്നത്. കൊൽക്കത്തയ്ക്ക് 143 റണ്ണിൻ്റെ വിജയലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കളി വിജയിക്കുക വളരെ പ്രധാനമാണ്. രണ്ട് ടീമിനും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ വിജയിക്കുക വളരെ പ്രധാനമാണ്. എന്തായാലും ആദ്യ ഇന്നിങ്സിൽ 142 ഡൽഹി ക്യാപിറ്റൽസിന് ഒതുക്കിയതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ആണ് ഈ കളിയിൽ മുൻതൂക്കം, വളരെ വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിങ്ങിൽ പാത്തും നിസംഗയും KL രാഹുലും 49 റണ്ണ് നേടി മികച്ച തുടക്കം നൽകിയെങ്കിലും അവർക്ക് പിന്നീട് അത് നിലനിർത്താനായില്ല. KL രാഹുൽ 23 റണ്ണിന് പുറത്തായി. പിന്നീട് പാത്തും നിസംഗ അർദ്ധ സെഞ്ചുറി കൃത്യം 50 റണ്ണെടുത്തു. അവസാന ഘട്ടത്തിൽ അശുതോഷ് ശർമ്മ ഒരു 39 റണ്ണെടുത്തു 28 പന്തിൽ നിന്ന്. ഇതാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മൊത്തം ഇന്നിങ്സ് എന്ന് പറയുന്നത്. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർത്തിക് ത്യാഗിയും അനുകുൽ റോയും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. ഈ ടൂർണമെൻറ്റിൽ ആകെ അനുകുൽ റോയ് ഗംഭീരമായിട്ടാണ് ബോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർത്തിക് ത്യാഗി നല്ല പോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. സുനിൽ നാരായൺ 4 ഓവറിൽ 17 റൺ മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ എല്ലാ ബൗളർമാരും താരതമ്യേന നല്ല എക്കണോമി റേറ്റിലാണ് പന്തെറിഞ്ഞത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി ഡൽഹി ക്യാപിറ്റൽസിന് എല്ലാ അർത്ഥത്തിലും അവർ കെട്ടിയിട്ടു. എന്തായാലും ഇനിയിപ്പോൾ 143 റൺ നേടിയാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വീണ്ടും വിജയപാതയിൽ മുന്നോട്ട് പോകാൻ കഴിയും.